ഗൈസ്, അസ്സാം വലൈക്കും. ഫാലിമി പേരിസുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പം ഗൈസ്, ഇന്നത്തെ പരിപാടിയല്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രാവിലത്തെ കുറച്ച് നനച്ചുള്ളിപ്പണികളിലായിരുന്നു. നമ്മുടെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് നനച്ചുള്ളിപ്പണിയൊന്നും ഇല്ല കേട്ടോ, എല്ലാം ചെറിയ ഇച്ചിരി അല്ലേ ഉള്ളൂ. അപ്പം അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി, പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ ഇതാ ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് നിന്നാലും നമ്മൾ ഉച്ചയ്ക്ക് പട്ടിണിയായി പോവും. അതുകൊണ്ട് ഇനി ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ആദ്യം ചെയ്ത നനച്ചുള്ള പരിപാടിയൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഓൺ വോയിസ് ഒന്നും ചെയ്തില്ല കേട്ടോ. അതാണ് കണ്ടാലോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ശനിയും ഞായറും ദിവസങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് വീടിൻ്റെ ഒക്കെ ക്ലീൻ ആക്കലാണ് കേട്ടോ. അതായത് നമ്മൾ എണീറ്റ് ബെഡ് കട്ടിലൊക്കെ വിരിച്ചൊന്ന് ഇടുക, പിന്നെ ഒതുക്കി പെറുക്കി വെക്കുക, തൂത്തുവാരി ഇടുക കേട്ടോ. അത് കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ തുടക്കത്തുള്ളൂ. അപ്പോൾ ഇന്നും ഞാൻ അതുപോലെ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു നനച്ചുള്ളി പരിപാടിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അതും കഴുകി, പിന്നെ രാവിലെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അണ്ണച്ചി ഇതാ കവലയ്ക്ക് പോയിട്ട് നല്ല അടിപൊളി ബീഫൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഇന്ന് ചപ്പാത്തിയായിരുന്നു രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കിയതല്ല, ചപ്പാത്തിയുടെ പാക്കറ്റ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാൻ കറി വെക്കുകയാണ് ചെയ്തത്, മുട്ടക്കറി വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇതാ ഗ്യാസ് അടുപ്പും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടേ. ഉച്ചയ്ക്കത്തെ പണി തുടങ്ങിയിട്ടില്ല കേട്ടോ. തുടങ്ങുന്നതിന് മുന്നേ ഗ്യാസ് ക്ലീൻ ആക്കിയത്. എനിക്കെന്താണെന്നറിയില്ല, ഈ ഗ്യാസിൽ കുറച്ചെങ്കിലും ഇങ്ങനെ നീറ്റാകാതെ കിടന്നിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യാനായിട്ട് ഒരു സുഖം കാണൂല കേട്ടോ. അതുകൊണ്ടാണ്. എന്നാലും ഇനിയും എല്ലാം കഴിഞ്ഞ് പിന്നെയും ക്ലീൻ ആക്കണം. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് വെക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാ ഞായറാഴ്ചയൊന്നും ഇല്ല കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ ഞായറാഴ്ചകൾ, അതായത് ഒന്നരവാടമുള്ള ഞായറാഴ്ചകളിൽ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കാണും കേട്ടോ. അപ്പോൾ എന്നതാ അടിപൊളി ബീഫായിരുന്നു കേട്ടോ. ഞാനത് കഴുകി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ അത് ആദ്യം ഒന്ന് കറി പോലെ വെക്കാനാണ് കേട്ടോ. ഒരുപാട് ചാറല്ല, എങ്കിലും ഒരു കുറുകിയ രീതിയിൽ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് മക്കൾ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അവരുടെ പിറകെ കുറേ നേരം പോകും, അങ്ങനെ കുറേ നേരം പോകും. പിന്നെ കുറച്ച് തുണി അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അത് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് അതുകൊണ്ട് വിരിച്ചൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ ഞാനിതാ നെയ്ച്ചോറ് വെക്കാനുള്ള അരി അളന്നെടുത്ത് അതൊന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് വെക്കാനാണ്. അതപ്പം നമ്മൾ ഉണ്ണാറാകുമ്പോഴത്തേക്കും നല്ല ചൂടോടെ ഇരിക്കുമല്ലോ, നല്ല ചൂടോടെ അങ്ങനെ കടിച്ചോ? അടി തരട്ടെ എന്നൊക്കെ അടി തരാം. മക്കളിതാ അപ്പുറത്തിരുന്ന് കളിക്കുമായിരുന്നേ. അബു ടി വി ആണ്. ഇബാദും മറിയൂസും നല്ല കളിയിലായിരുന്നു കേട്ടോ. കളിച്ച് ലാസ്റ്റ് മറിയൂസ് അവനിട്ടൊരു കടി കൊടുത്തിട്ടുണ്ട്. അത് വന്ന് പറഞ്ഞതാണ് അവൾ കടിച്ചു, അവൻ കരയുന്നു എന്നേ. അവർ തമ്മിൽ നല്ല ബോണ്ടിങ് ആണ് കേട്ടോ. കളിയും ഒക്കെ ആയിട്ട് അവൾക്ക് ഇബാച്ചി എന്ന് പറഞ്ഞ് പിറകെ നടക്കും. ലാസ്റ്റ് അവനിട്ടൊരു കടിയും കൊടുക്കും കേട്ടോ. എപ്പോൾ കളിച്ചാലും കടിയിലാണ് കളി അവസാനിക്കുന്നത്. അവനൊട്ട് തിരിച്ചു കൊടുക്കത്തുമില്ലായേ. അങ്ങനെ അവരുടെ വിഷയമെല്ലാം തീർത്തു വന്നപ്പോൾ ഇതാ അത് കഴിഞ്ഞ് ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പരിപ്പ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും പരിപ്പ് കറിയും ബീഫും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെയൊന്നും ആദ്യമൊന്നും പരിപ്പ് കറി വെക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു വട്ടം ഏതോ ഒരു കല്യാണത്തിന് പോയപ്പോൾ കഴിച്ചതാണേ. പിന്നെ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനിപ്പം എന്ന് നെയ്ച്ചോറ് വെച്ചാലും അങ്ങനെ വെക്കും. അപ്പോൾ ഇതാ ഗൈസ്, നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാനിതാ നെയ്ച്ചോറും വെക്കാനായിട്ട് നിന്നു കേട്ടോ. അതൊക്കെ റെഡി ആയിട്ട് ഞാൻ പോയി തുടച്ചു കുളിച്ചു. പിന്നെ ഇതാ നിസ്കരിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഇനി മക്കൾക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ 1:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാ ഗൈസ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.